പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേൾക്കുന്നത്. കർണരസമാകുമാറ്. ആളെ വലിച്ചു കൂട്ടിയിട്ട് ഒരു മഞ്ഞ സാരി ഉടുത്ത സഹോദരി അവിടെ നിപ്പുണ്ട്. അവളുടെ പേരിന്നതാണ്. നിന്റെ നടുവേദന കർത്താവ് മാറ്റുന്നു. ഓ, ഭയങ്കര സന്തോഷമായി. വളരെ വിശ്വാസികൾ പ്രാർത്ഥിക്കുക. ഇനി അടുത്ത എൻ്റെ പേര്. അങ്ങനെ ഇരിക്കുമ്പോൾ പാസ്റ്ററിന് ചെകുത്താൻ വെളിപ്പാട് കൊടുക്കും. അടുത്ത് ത്രേസ്യാമ്മ നീലസാരി ഉടുത്ത സഹോദരി അവിടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം കറക്റ്റായിരിക്കും. സാത്താൻ താൻ വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നല്ലേ എഴുതിയേക്കുന്നേ. 2 കൊരിന്ത്യയിലെ 11-ാം അധ്യായത്തിൽ എഴുതിയിട്ടില്ലേ, വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുക. അപ്പൊ മഞ്ഞ സാരിയായി, നീലസാരിയായി. ഇനി ചുമന്ന സാരി ഒരു മുഴയോടുകൂടി ഇരിപ്പുണ്ട്. ദൈവം നിന്നെ സൗഖ്യമാക്കുന്നു. എൻ്റെ പൊന്നെ, ഈ സൗഖ്യമൊക്കെ കിട്ടുമെന്ന്. ആത്മസൗഖ്യം കിട്ടത്തില്ല, ശാരീരിക സൗഖ്യം കിട്ടും. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കും. ആരാ പറഞ്ഞ നടക്കത്തില്ലെന്ന്? ഞങ്ങളതൊക്കെ പഠിച്ച് മനസ്സിലാക്കി വെച്ചോണ്ടിരിക്കുകയല്ലേ, അത് ചുമ്മാ ഈ പറയുന്നേ. മത്തായി 7-ാം അധ്യായത്തിലെ ഒരു വാക്യം നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. അതിൻ്റെ 22-ാമത്തെ വാക്യം. നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അറിയുന്നില്ലെന്നല്ല, അറിഞ്ഞിട്ടില്ല. മറക്കൽ ക്രൂസേഡ് നടത്തിക്കൊണ്ട് കാശുണ്ടാക്കുന്ന ദ്രവ്യാഗ്രഹികളായ പാസ്റ്റർമാരോട് ഞാൻ പറയുക, നിങ്ങളെ ദൈവം അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നൊരു സമയം വരാൻ പോവുക. ബാങ്ക് ആവശ്യത്തിന് വേണ്ടി നമ്മൾ ബാങ്കിൽ കയറി ഇറങ്ങാത്ത ആരുമില്ല. ലോൺ അടത്തവർ അടയ്ക്കാനും കാശുള്ളവർ കൊണ്ട് ഇടാനും തുലിപ്പിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. നമ്മൾ ബാങ്കിൽ ചെന്നാൽ അവിടെ നോട്ടെണ്ണാനായിട്ട് എത്ര വിഷയം കാണും? 1-2 വിഷയം കാണുമല്ലേ. ഞങ്ങൾ ജില്ലാ സഹകരണ ബാങ്കിൽ അവിടെ അത്യാവശ്യം ചെറിയ ലോണൊക്കെ എടുക്കും. ഒരു ഒറ്റ മെഷീനേ ഉള്ളൂ അവിടെ. ഞാൻ നോക്കിയിട്ട് പാസ്റ്ററിൻ്റെ ഹോളിൽ 7 മെഷീൻ വെച്ചിരിക്കുക. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് തന്നൊരു ചിന്തി, അത് പ്രസംഗിക്കണമെന്ന് തോന്നി, മനസ്സിലായി. ഒരു ബാങ്കിൽ ചെന്നാൽ 1-2 നോട്ടെണ്ണുന്ന മെഷീൻ, ഒരു സഭാ ഹോളിൽ ചെന്നാൽ 7 മെഷീൻ വെച്ചിരിക്കുക. എന്താ അവരുടെ സുവിശേഷ പ്രവർത്തനം? എന്താ അവരുടെ ഗോൾ? വാട്ട് ഈസ് ദ ഗോൾ? എന്താ അവരുടെ ലക്ഷ്യം? എന്ന് പറയുന്നേ. ഹല്ലേലൂയ. സ്വത്രം. സ്ഥാനപ്പെടുത്തിയ കാശ്, പ്രാർത്ഥിച്ച് എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശ്, പ്രാർത്ഥിച്ച് എയർപോർട്ടിൽ കൊണ്ടുപോയ കാശ്, പ്രാർത്ഥിപ്പിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാശ്, പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടിട്ട കാശ്, എല്ലാത്തിനും പണം. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് മാറി നമ്മുടെ ആത്മീയഗോളം. പണമില്ലെങ്കിൽ പിണമെന്നുള്ള അവസ്ഥയിലേക്ക് മാറി. ആദിമ ശിഷ്യന്മാരെ നിങ്ങൾ പഠിച്ചു നോക്കൂ. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 11 വാക്യങ്ങൾ വായിച്ച് പഠിച്ച്, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ല, കുടിക്കാനില്ല, കൊത്തുകൊണ്ട് സ്ഥിരവാസം കൂടാതെ ഇരിക്കുന്നു. സ്വത്രം. പ്രിയ ദൈവമക്കളെ, സ്വത്രം. ഞാൻ എന്തിനാ ഇതൊക്കെ പറയും? വേദന ഉള്ളതുകൊണ്ട് പറയുക. ആത്മീയഗോളം തകർന്ന് തരിപ്പണമായി കിടക്കുക. 10% പോരാ, 20% പോരാ, 30% എന്നുള്ള പിടിച്ചുപറി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ പട്ടാപ്പകൽ പിടിച്ചുപറി. അത് ഞങ്ങളുടെ എറണാകുളം ജില്ലയിലാണ് ഉള്ളത്. പ്രസ്ഥാനവും പേരും നാളും ഒന്നും ഞാൻ നിങ്ങൾക്ക് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. 500 രൂപയെ കുറഞ്ഞ് സ്വോത്രാഴ്ച ഇടാൻ പാടില്ലാത്ത പാസ്റ്റർമാർ എറണാകുളം പട്ടണത്തിലുണ്ടത്രേ. ഞാൻ പാർക്കുന്ന പട്ടണത്തിലെ കാര്യമായി പറയുന്നു. 7 വിഷയം വെച്ച് എണ്ണിക്കൊണ്ടിരിക്കുന്ന പാസ്റ്റർമാർ നമ്മുടെ ഇന്ത്യയിലുണ്ടത്രേ. ഹല്ലേലൂയ. ബാങ്കിൽ 2 മിഷ്യനേ ഉള്ളൂ, പാസ്റ്ററിൻ്റെ സഭാ ഹോളിൽ 7 മിഷ്യൻ. അപ്പം ഞാൻ ചോദിക്കുക, എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക, എന്താ ഇവരുടെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം? 94-കാരനായ ഒരു പ്രായമുള്ള ദേവദാസൻ ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ചു. അദ്ദേഹമായി കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞത്, സഹോദരന്മാരെ, സുവിശേഷം എന്നുള്ളത് 2 ഒന്ന്, മറ്റൊരുത്തിൽ രക്ഷയില്ലാതെ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ല. അങ്ങനെ പ്രസംഗിച്ച് അവരെ രക്ഷിക്കപ്പെട്ട് കൊണ്ടുവരുന്നവനെ രക്ഷാപൂർത്തിയിലേക്ക് നടത്തുവാൻ ലേഖനങ്ങളിലൂടെയുള്ള ഉപദേശങ്ങൾ പഠിപ്പിച്ച് അവർ വിശ്വാസത്തിൽ ഉറപ്പിച്ച് ആത്മീയ വളർച്ച, ആത്മീയ വർദ്ധനവ്, ആത്മീയ നിറവിലേക്ക് നടത്തി കർത്താവിൻ്റെ വേണ്ടി ഒരുക്കുക.
അത് സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗം. അതാണ് അപ്പോസ്തല ഉപദേശം എന്ന് പറയുന്നത്. മറ്റത് കോമൺ സാൽവേഷൻ, പൊതുവുള്ള രക്ഷ, യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച് രക്ഷയിലേക്ക് നടത്തുക. പിന്നെ അവരെ രക്ഷാപൂർത്തിയിലേക്ക് നടത്തുവാനുള്ള ഉപദേശം പഠിപ്പിക്കുക. ഇതാണ് സുവിശേഷത്തിൻ്റെ 2 ഭാഗങ്ങൾ. അതിലെന്തൊക്കെ കടന്നുകൂടിയിരിക്കുക? ഇപ്പോൾ വചനം പ്രസംഗിച്ച് രക്ഷയിലേക്ക് നടത്തുന്നില്ല, പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല. പത്രോസിന്റെ പൗലൂസിന്റെ പ്രസംഗങ്ങളൊക്കെ പാപബോധത്തെക്കുറിച്ചായിരുന്നു. ഹല്ലേലൂയ. പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായം എടുക്കാം. പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായം. ആ വാക്യങ്ങൾ കുറച്ച് വാക്യങ്ങൾ നേരത്തെ ഇത് പറഞ്ഞ കാര്യമാണ്, പക്ഷെ ഇപ്പോഴും പറയാനായിട്ട് പ്രേരണ ഉള്ളതുകൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ പറയത്തില്ല. പ്രവൃത്തി 2:32 വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. 2:32 വായിച്ചേ. പ്രവൃത്തി 2:38. എന്താ 38 എഴുതിയിരിക്കുന്നത്? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിനെ നമസ്കാരം. അപ്പൊ പാപങ്ങളുടെ മോചനം. അടുത്ത് 3:19 വായിച്ചേ. പ്രവൃത്തി 3:19. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. അപ്പൊ പത്രോസിന്റെ പ്രസംഗം, ബഹുഭൂരിപക്ഷം പ്രസംഗം സിൻ, പാപത്തെക്കുറിച്ചായിരുന്നു. ഇന്ന് കഷ്ടത മാറ്റുക, കടം മാറ്റുക, കണ്ണീർ ഉടയ്ക്കുക, ലോറി മേടിച്ചു തരും, വീട് മേടിച്ചു തരും, കാറ് മേടിച്ചു തരും, വിസ മേടിച്ചു തരും, മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ തരും, പഠിക്കാനുള്ള സാധ്യത തരും, പണം തരും, എന്തൊക്കെയാ ഇതെല്ലാം കിട്ടുന്നുണ്ട്. ഇത് സാത്താനാ കൊടുക്കുന്നതെന്ന് വായിച്ചില്ലേ? മത്തായിയുടെ സുവിശേഷത്തിലെ ആ വാക്യം ശ്രദ്ധിച്ചു കേട്ടില്ലേ നിങ്ങള്? 22-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടില്ലേ? നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുന്നു, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുന്നു, നിന്റെ നാമത്തിൽ വീരപ്രവൃത്തികൾ ചെയ്തില്ലയോ? പലരും ആന്നോളോട് എന്നോട് പറയും. കർത്താവ് എന്താ പറയാം? ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ആധർമ്മം പ്രവർത്തിക്കുന്നവരെ. ഇത് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് വായിക്കുന്നത്. ആധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ. ഈ മറക്കൽ ക്രൂസഡെല്ലാം ആധർമ്മമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനങ്ങൾ ആഴത്തിലൊന്ന് ഗ്രഹിക്കണം, പഠിക്കണം. ഞാൻ ചിലരോടൊക്കെ ശൂഷന്മാരോട് പറയുമ്പോൾ ഇതൊക്കെ എടുത്ത് പാർട്ടായിട്ടൊക്കെ പറയാറുണ്ട്. കാരണം എനിക്കിതല്ലാണ്ട് വേറെ ഒന്നും അറിയില്ല പറയാൻ. ഈ ചപ്പും ചോറും പറയാൻ എനിക്കറിയില്ല. ആൾക്കാരെ മയക്കി അവരുടെ കയ്യിൽ കാശടിച്ച് മാറ്റാൻ എനിക്കറിയില്ല. അത് പാപമാണെന്ന് ഞാൻ മനസ്സിലാക്കി. പാപബോധത്തെക്കുറിച്ചായിരുന്നു അവർ പ്രസംഗിച്ചത്. ഇനി പ്രവൃത്തി 5:31 വായിച്ചേ. പ്രവൃത്തി 5:31. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5:31 എഴുതിയിരിക്കുന്നേ. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ. അപ്പൊ ഇസ്രായേലിന് പാപമോചനം കിട്ടണം. അവർക്ക് പാപമോചനമില്ല. പലസ്തീൻ നാട്ടിലെ ആൾക്കാരെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് പാപബോധമില്ല. അവരിപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുക. ഗോഗും മാഗോഗിന്റെ നേതൃത്വത്തിൽ അവരുടെ ശക്തിയെ തകർക്കത്തക്ക നിലയിലൊരു യുദ്ധം ദൈവം വരുത്താൻ പോകുന്നുണ്ട്. അവർ കുത്തിയെങ്കിലേക്ക് നോക്കുവാൻ അവർ 2 നശിപ്പിച്ചു കഴിയുമ്പോൾ അവരുടെ പിതാക്കന്മാര് മശികയെ ക്രൂശിച്ചെന്നുള്ളൊരു പാപബോധം അവർക്ക് വരും. അപ്പോഴാണ് അവർക്ക് പാപബോധം ഉണ്ടാകുന്നത്. യാചനയുടെയും പാപബോധത്തിന്റെ ആത്മാവിനെ അപ്പോൾ പകരുമ്പോഴാണ് അവർക്കത് ഉണ്ടാകുന്നത്. ഇപ്പൊ അവർക്കില്ല. ഇപ്പൊ അവരുടെ കണ്ണ് ബ്ലൈൻഡായിരിക്കുക. ഇപ്പൊ ദൈവം അവരെ വിട്ടുകളഞ്ഞിരിക്കുക. സ്വന്തം ജനമായുള്ളൊരു സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആത്മീയമായി ഇപ്പം നമ്മളെ പണിതുകൊണ്ടിരിക്കുന്നത്, സഭയെ പണിതുകൊണ്ടിരിക്കുക. സഭയെ പണിത് അവസാന കല്ലും ചേർത്ത് കഴിയപ്പെടുമ്പോൾ കർത്താവ് ഒന്ന് സഭയെ ചേർക്കുകയും അതിനുശേഷം യഹൂദന്റെ നേരെ ദൈവം തിരിയും. അതിനുള്ള സമയങ്ങൾ ആസന്നമായി. അപ്പൊ പാപബോധത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ ഇന്നില്ല. പ്രവൃത്തി 10:43 ഒന്ന് വായിക്കാം. പ്രവൃത്തി 10:43, 26:18 ഒന്ന് വായിച്ചേ. 10:43 എന്താ എഴുതിയിരിക്കുന്നത്? അവനിൽ വിശ്വസിക്കുന്നവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും. അതാ പ്രസംഗം. അവനിൽ വിശ്വസിക്കുന്നവനും പാപമോചനം ലഭിക്കും. ദൈവമക്കളെ, ഞാൻ എന്തായി പറയുന്നത്?
പാപവിയോജനം വിട്ടുള്ള ഒരൊറ്റ പ്രസംഗവും പുതിയ നിയമസഭയ്ക്കില്ല. മാനസാന്തരപ്പെടുവിൻ എന്ന് പറയാത്തൊരു പ്രസംഗം പുതിയ നിയമത്തിലില്ല. പുതിയ നിയമത്തിലെ അവസാന പ്രയോഗം ലവോദിക്ക സഭയിൽ കാണുന്നത് മാനസാന്തരപ്പെടുക. ദൈവത്തിൻ്റെ അവസാനത്തെ ദൂത് പുതിയ നിയമസഭയോട് മാനസാന്തരപ്പെടുക. 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിലാണ്. ഇതൊക്കെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കി ദൈവവചന പ്രഘോഷണം നടത്തിയില്ലെങ്കിൽ സ്വർഗത്ത് പോകാൻ ആളെ കാണത്തില്ല. ഇവിടെ കിടന്ന് കളിക്കും. ഇവിടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും കിട്ടും. പ്രവൃത്തി 26-18 വാക്യം കൊണ്ടൊന്ന് വായിച്ച്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വചനത്തിലേക്ക് വരുന്നുണ്ട് വേഗത്തിൽ. ഇതൊരു നിയോഗം കിട്ടിയതുകൊണ്ട് ഇത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. പല പ്രാവശ്യം പറയുമ്പോഴാണ് അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ഇതാണ് ഒരു ശുശ്രൂഷകന്റെ ശുശ്രൂഷ. ഇത് ചെയ്യാനായിട്ട് ദൈവവചന പ്രകാരം ഉപദേശം പഠിച്ചത് ചെയ്യുക. ഇല്ലെങ്കിൽ പഴയ പണിക്ക് പോകുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഒരു അപേക്ഷയാണ്, കൽപ്പനയൊന്നുമില്ല. കൽപ്പിക്കാനായിട്ട് ഞാൻ ആരുമല്ല. സാത്താന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചെടുക്കുക, പാപത്തിന്റെ അധികാരത്തിൽ നിന്ന് കെട്ടിൽ നിന്ന് വിടുവിച്ചെടുക്കുക വചനം പ്രസംഗിച്ച്. അല്ലാതെയുള്ള ശുശ്രൂഷകളൊന്നും ശുശ്രൂഷകരല്ല. കഞ്ഞിക്കുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സംഘടന വരുമാനവും ഒന്നും നമുക്കില്ല. വ്യക്തികളായിട്ടുള്ളവർ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അയച്ചു തരും കർത്താവിൻ്റെ നാമത്തിൽ, അത് സന്തോഷം. ഒരു സപ്പോർട്ടും ഇല്ല. സപ്പോർട്ട് മിനിസ്ട്രി ഒന്നും ദൈവവചനത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല. സപ്പോർട്ട് മിനിസ്ട്രി മേടിച്ച് ശിക്ഷ പിടിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു ഗുണവും നിലവാരവും ഇല്ല. മേടിക്കുന്ന സപ്പോർട്ട് അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. അല്ലാതെ പാപത്തിൽ നിന്നും സാത്താൻ്റെ അധികാരത്തിൽ നിന്നും ജനത്തെ വിടുവിച്ചെടുക്കുന്നതാണ് ആത്മീക ശുശ്രൂഷ. അത് ചെയ്യാത്ത ശുശ്രൂഷയൊന്നും ശുശ്രൂഷയല്ല. അതെല്ലാം വെറും ചെപ്പടി വിദ്യകളാണ്. കർത്താവിൻ്റെ മുൻപാകെ കണക്ക് കൊടുക്കേണ്ടി വരും. ആ ഒരു ഉത്ഭയം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ കുറ്റങ്ങൾ കുറവുള്ളവനൊക്കെയാണ്. ഞാൻ വലിയ വിശുദ്ധനൊന്നുമല്ല. രൂപക്കുട്ടിലിരുത്താനുള്ള പരുവ് എനിക്കില്ല. കുറ്റങ്ങൾ കുറവുള്ള നോട്ടം, ചിന്താ, പ്രവൃത്തി, സംസാരത്തിലൊക്കെ വരാറുണ്ട്. അതാത് സമയങ്ങളിൽ ശുദ്ധീകരണം പ്രാപിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധു മനുഷ്യനാണ് ഞാൻ. സ്തോത്രം. ഉപദേശ വിഷയത്തിൽ ആരെങ്കിലും തെറ്റ് കാണിച്ചാൽ ഞാനത് അവിടെ ഇടപെടാനിടയായി തീരും. കാരണം അത് ദൈവവചനം കോട്ടിക്കളയുകയും മറിച്ചു കളയുകയും കൂട്ടുചേർക്കുകയും ചെയ്യുമ്പോൾ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റുകയില്ല. പ്രിയമുള്ളവരെ, സ്നേഹത്തോടെ അവർ നന്നാകണമെന്നുള്ള നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ കടിച്ചു കീറിയുള്ള ഇടപെടലുകളൊന്നും അല്ല. അതുകൊണ്ട് സ്നേഹത്തിൽ സത്യം സംസാരിക്കുകയാണ്. ഈ നാളുകളിൽ നമുക്ക് ദൈവവചന ബോധപ്രകാരം ജീവിക്കാം. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും നമ്മുടെ ഓരോ ചിന്തകൾക്കും ന്യായവിധി ദിവസത്തിൽ നമ്മൾക്ക് കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ഉയർപ്പിനെ കുറിച്ച് ഞാൻ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തുള്ളത് അന്വേഷിപ്പീൻ. ആത്മീകമായ ഉയർപ്പ് ലഭിച്ചവർ ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടി നിങ്ങളും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് കൊലോസ്യർ 2:12 പറയുന്ന പോലെയുള്ള ആത്മീക ഉയർപ്പ് ലഭിച്ചവരോടാണ് പറയുന്നത്, എല്ലാവരോടുമല്ല. വീണ്ടും ജനനം പ്രാപിക്കാത്തവരോടല്ല ഈ ലേഖനം, ഉപദേശം. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു, ഉയരത്തുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പീൻ. അപ്പൊ അന്വേഷണവും ചിന്തയും എന്തായിരിക്കണം? ഉയരത്തുള്ളത്. എനിക്ക് നിങ്ങൾക്കും അത് പറ്റുന്നില്ല, ശരിയാ, ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് കഴിയുന്നില്ല. അത് കഴിയണം. അതിനായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് നിങ്ങൾക്കും അത് കഴിയണം. ഇല്ലെങ്കിൽ നമുക്ക് സ്വർഗരാജ്യം ഇല്ല. എന്താ ഭാഷ അങ്ങനെയൊക്കെ കയറി പറയുന്നത്? കാരണം ഭൂമിയിലുള്ള ചിന്തിച്ചാൽ അത് ഇല്ലെന്ന് അവിടെ പറയുന്നേ. സ്തോത്രം. കൊലോസ്യ ലേഖനം മറ്റ് ലേഖനങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഫിലിപ്പിയ ലേഖനത്തിലെ 3-ാം അധ്യായത്തിൻ്റെ 17 മുതൽ ഞാൻ വായിക്കും. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ.
ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നു എന്നിപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കൾ ആരാണ്? ശത്രുക്കൾ എന്നത് പൗലോസ് പഠിപ്പിക്കുക. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയാൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. കണ്ടോ, ഭൂമിയിലുള്ളത് ചിന്തിച്ചാൽ നീ ക്രൂശിൻ്റെ ശത്രുവാ. എനിമി ഓഫ് ക്രൈസ്റ്റ്, നീ ക്രൂശിൻ്റെ ശത്രുവാ. ഇതുപോൽക്കാലം മടങ്ങി വാ. ഭൂമിയിലുള്ളത് ചിന്തിക്കേണ്ടെന്നേ പറയുന്നില്ല. ആത്യന്തികമായി ചിന്തിക്കേണ്ടത് ഉയരത്തിലുള്ളതും സ്വർഗത്തിലുള്ളതായിരിക്കണം. പല കാര്യങ്ങൾ നമ്മൾ ഭൂമിയിലുള്ള ചിന്തിക്കും. ഒരു വിവാഹം വരുന്നു, ഒരു വീട് വെക്കുന്നു, പല കാര്യങ്ങൾ ചിന്തിക്കാതെ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ആത്യന്തികമായ ഒരു ഭക്തന്റെ ചിന്ത ഉയരത്തിലുള്ളതായിരിക്കണം. അതാ പൗലോസ് പഠിപ്പിക്കുന്നത്. ഉയരത്തിലുള്ളത്. ഓ, എന്തു ഭയങ്കര ഒരു ഉപദേശമാണ്. പേടിയാകാതെ ഇത് കേട്ടിട്ട് തന്നെ. സ്തോത്രം. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് ക്രൂശിന്റെ ശത്രുക്കൾ ആരെന്നാ പറയുന്നത്? അവർ ഭൂമിയിലുള്ള ചിന്തിക്കുന്നു. സ്തോത്രം. അവരുടെ ദൈവം വയറ്. ഉപജീവനത്തിന് വേണ്ടി പുസ്തകം കൊടുത്തോണ്ട് ഇറങ്ങിയിരിക്കുന്നവര്. പൈസ ഇല്ലെങ്കിൽ പ്രസംഗമില്ല, പൈസ ഇല്ലെങ്കിൽ ശുശ്രൂഷയില്ല. എനിക്ക് 50,000, എനിക്ക് 20,000, എനിക്ക് 30,000, എനിക്ക് 40,000. ഇന്നാളൊരു ബിരുദം പറയണ്ടായി, എന്നെ വെച്ച് നിങ്ങൾ കാശുണ്ടാക്കുക. മുമ്പ് എനിക്ക് 30 തന്നെ, എനിക്ക് 40 തരണം ഇപ്പോൾ. ശരിയാ, പുള്ളി പറഞ്ഞത് ശരിയാ. ഓരോ വാക്സാമർഥ്യമുള്ള ചപ്പും ചവറും വിളിച്ച് പറയുന്നവരെ വിളിച്ച് പ്രസംഗിച്ച് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക. കർത്താവ്, ഞാൻ പേരൊന്നും വിളിച്ച് പറയുന്നില്ല, ഇന്ന ആള് വരുന്നു, ഇയലുപോലെ വന്ന് കൂടും ആൾക്കാർ. ചോത്രാഴ്ച പാത്രമൊക്കെ നിറഞ്ഞു കവിയും. വിളിക്കുന്ന പുള്ളിക്ക് 50,000 കൊടുത്താൽ മതി. പാസ്റ്ററിൻ്റെയും സഭയുടെയും പ്രസ്ഥാനത്തിൻ്റെയും പേരിൽ അക്കൗണ്ടിൽ 5 ലക്ഷം വന്ന് വീടും. കാശുണ്ടാക്കാനുള്ള മാർഗമായില്ലേ? എടേ, ഇതൊക്കെ നടന്നുകൊണ്ട് ഇത് കണ്ടോണ്ടല്ലേ പ്രസ്ഥാനങ്ങളൊക്കെ വിട്ട് ഓടിയത്. ഒരു കൺവെൻഷൻ നടത്തിയാൽ, ഒരു ക്രൂസൈഡ് നടത്തിയാൽ, ഒരു ഉപവാസ പ്രാർത്ഥന നടത്തിയാൽ, പെരുമ്പാവൂരൊരു 3 ദിവസത്തെ മീറ്റിംഗ് നടത്തിയെന്ന് പറഞ്ഞാൽ, ബൈബിൾ സെമിനാർ 3 ദിവസം. പാസ്റ്റർമാരുടെ പേരും പ്രസ്ഥാനമൊന്നും ഞാൻ പറയുന്നില്ല. 2,000 രൂപ ഫീസ് വെച്ചു. ആയിരക്കണക്കിന് ജനം വന്ന് കയറി. 12,000 പേര്. കാശത്രയും എത്ര ലക്ഷമായി പറ. വരുന്നവർക്ക് എന്താണ് ഇച്ചിരി കണ്ണിപ്പൊടിയിടാനായിട്ട് എന്തോ കഞ്ഞിയോ വയറോ ഒക്കെ കൊടുത്തെന്ന് പറയുന്നു. 3 ദിവസം മീറ്റിംഗ് കഴിഞ്ഞ് ലക്ഷങ്ങൾ കൊണ്ട് ആൾക്കാർ സ്ഥലം വിട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവവചന പ്രഘോഷണം ഉപജീവന മാർഗമായി അനേക പ്രിയപ്പെട്ടവർ മാറ്റിക്കഴിഞ്ഞു. ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശല വാക്ക് പറഞ്ഞ് അനേകരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ദുഷിച്ച പ്രവണതയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനാണ് ഈ സന്ദേശം പറയുന്നത്. അവരുടെ ദൈവം വയറ്, ലജ്ജയായവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവ് വരുമെന്ന് കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതാണ് നമുക്ക് വേണ്ടത്. ഈ താഴ്ചയുള്ള, രോഗമുള്ള, കഷ്ടതയുള്ള, കണ്ണീരുള്ള, ദുഃഖമുള്ള, മരണമുള്ള, കഷ്ടതയുള്ള ഈ ശരീരത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മറുപടിയില്ലാത്ത, മരണമില്ലാത്ത ഒരു രൂപാന്തര ശരീരം, സ്വർഗീയ ശരീരം, ദൂതതുല്യമായൊരു ശരീരം പ്രാപിച്ച് സ്വർഗത്തിൽ കോടാനുകോടി വർഷങ്ങൾ ജീവിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതായിരിക്കണം പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗം. അതിനായിരിക്കണം പ്രസംഗം, അതിനായിരിക്കണം വചനം പറയുക. പണ്ട് പോൾ ഗോപാലകൃഷ്ണൻ നല്ലൊരു കർത്താവിൻ്റെ ദാസനാണ്. മരം ചാഞ്ഞു വരും പോലെ പ്രസംഗിക്കാനും നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന കാശ് എൻ്റെ പോക്കറ്റിലാകാനുള്ള പ്രസംഗം എനിക്കറിയാം. പക്ഷെ ഞാൻ പ്രസംഗിച്ചാൽ കർത്താവ് എന്നെ വിടത്തില്ല. ഞാൻ അറിയത്തിപ്പോയി. പേടിയുണ്ടായിരുന്നു. അത് അന്യമതത്തിൽ നിന്ന് വന്നുകൊണ്ടാണ്. നമ്മുടെ അച്ചായന്മാർ ഈ ഇവിടെ കിടന്ന് പിറന്നു വളർന്നുകൊണ്ട് പാരമ്പര്യ ക്രിസ്ത്യാനികളായിട്ട് വളർന്നു വരുന്ന ഭക്തന്മാർക്ക് ഒരു ദൈവോപയവും ഇല്ല. ഞാനത് കണ്ടു. പെന്തക്കോസ് കുടുംബങ്ങളിൽ ജനിച്ചു വളരുന്ന പാസ്റ്റർമാരായിട്ട് വന്നവരോ ഭക്തന്മാരായിട്ട് വിശ്വാസത്തിൽ വന്നവരോ ഒരു ഗുണനിലവാരം ഇല്ലാത്തവരാണ്. ഒരു ചെറിയ ശേഷിപ്പ് അതിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. ബഹുഭൂരിപക്ഷവും വ്യവസ്ഥ വിട്ടുള്ള പോക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിക്കേണ്ടതായിട്ടുള്ള കൊളോസ്യലേഖനം പറയുന്നത്. ഉയരത്തിലുള്ളത് ചിന്തിക്കുക. സ്തോത്രം. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക. ഞാനതിൻ്റെ KJV ട്രാൻസ്ലേഷൻ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. സെറ്റ് യുവർ എഫെക്ഷൻ
ഓൺ തിങ്സ് എബവ്, നോട്ട് ഓൺ തിങ്സ് ഓൺ ദ എർത്ത്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളതല്ല ചിന്തിപ്പാൻ നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്യുക. നമ്മുടെ ചിന്താമണ്ഡലത്തെ സെറ്റ് ചെയ്യുക. സെറ്റ് യുവർ എഫെക്ഷൻ ഓൺ ദ തിങ്സ്. നമ്മുടെ ചിന്താമണ്ഡലത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ, ഉയരത്തിലുള്ളത് അന്വേഷിക്കാനായിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യുക. അങ്ങനെ അങ്ങ് രൂപാന്തരപ്പെടുത്തി എടുക്കുക. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവുമായി തീരുക. അതിനുള്ള വചന പഠനം, അതിനുള്ള വചനധ്യാനം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി ആത്മശക്തി പ്രാപിക്കുക, അതിനുവേണ്ടി ദൈവകൃപ പ്രാപിക്കുക. ഇതല്ലേ ഉപദേശം. ചില വിഷയങ്ങൾ ഇംഗ്ലീഷിൻ്റെ അർത്ഥം കൂടി ചേർത്ത് പഠിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ അതുകൂടി ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചിലർക്കൊക്കെ അതിൽ സംശയം തോന്നാനുള്ള കാരണങ്ങളുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിലെ ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണേ. പലരും അത് തെറ്റിച്ച് പറയുന്നുണ്ട്. തെറ്റിച്ച് പറയുമ്പോൾ ഞാനത് ശാന്തമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. There is therefore now no condemnation to them which are in Christ Jesus, who walk not after the flesh but after the Spirit. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആ മലയാള പ്രയോഗം എന്താ? ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ലെന്നാ. ക്രിസ്തുയേശുവിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട 2 അന്യഭാഷ പറഞ്ഞാൽ ശിക്ഷാവിധിയില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നിങ്ങൾക്ക് ഒരു ശിക്ഷാവിധിയില്ല എന്നാ പൗലോസ് പഠിപ്പിക്കുന്നത്. ചില മൂല അർത്ഥങ്ങൾ, അതായത് മൂലഭാഷയിൽ നിന്ന് കിട്ടുന്ന അർത്ഥങ്ങൾ നമ്മുടെ ഈ മലയാളത്തിൻ്റെ അർത്ഥങ്ങളിൽ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് കുറച്ചൊക്കെ. അതൊക്കെ നമ്മളൊന്നും മനസ്സിലാക്കിയിരിക്കുന്നല്ല ശുശ്രൂഷകന്മാർ. ഇതിൻ്റെ അർത്ഥം ഉള്ളതുപോലെ നമ്മൾ ഗ്രഹിപ്പിച്ചു കൊടുക്കണം. ഇവിടെ കൊലോസ്യ ലേഖനത്തിലേക്ക് ഞാൻ വരുന്നു. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്, സ്വത്രം, സെറ്റ് യുവർ എഫെക്ഷൻ. ഹല്ലേലൂയ. എഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ആസക്തി, വികാരം, പ്രതിപത്തി, ചിന്തകൾ, വിചാരങ്ങൾ എല്ലാം ഉയരത്തിലുള്ളതായിരിക്കണം. ഉയരത്തിലുള്ളതായിരിക്കണം. ആത്യന്തികമായ ഉയരത്തിലുള്ളതായിരിക്കണം. സ്വർഗീയമായതായിരിക്കണം. അങ്ങനെ വല്ല ഉപദേശം ഉണ്ടോ? എൻ്റെ പൊന്നി, സ്വത്രം. നമ്മുടെ ചിന്താമണ്ഡലം ഒന്ന് സെറ്റ് ചെയ്യണം, ഒന്ന് രൂപപ്പെടുത്തിയെടുക്കണം. സ്വത്രം. സ്വർഗീയമായ കാര്യങ്ങൾ ചിന്തിക്കുവാൻ, സ്വർഗീയമായ കാര്യങ്ങൾ പറയുവാൻ, സ്വർഗീയമായ കാര്യങ്ങൾ ഇടപെടുവാൻ, സ്വർഗത്തെക്കുറിച്ചൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം. സ്വർഗരാജ്യം എന്നൊരു വിഷയം കഴിഞ്ഞ ദിവസം പൊങ്ങം ബൈബിൾ സ്റ്റഡിയിൽ ചെയ്യാനിടയായി, 2ാമത്തെ ക്ലാസ്സായിട്ട്. അതിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് അതിലെ പഠനങ്ങൾ ഒട്ടുമുക്കാലും പറഞ്ഞിരിക്കുന്നത്, സ്വർഗരാജ്യം ഒരു നല്ല മുത്തു വ്യാപാരിയുടെ സദൃശം. കുറച്ച് മുത്ത് വെച്ച് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക. ആ വ്യക്തി ഒരു നല്ല മുത്ത് കണ്ടെത്തിയാതെ തനിക്കുള്ള ഈ പഴയ മുത്തൊക്കെ എന്ത് ചെയ്തു? എല്ലാം കൊണ്ടുപോയി വിറ്റിട്ട് ആ വിലേറിയ മുത്ത് വാങ്ങാനിടയായി. അപ്പോൾ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ളൊരു അറിവ് നമുക്ക് കിട്ടിയാൽ ഉയരത്തിലുള്ളത് അന്വേഷിക്കാനായിട്ട് പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് ഒഴുകി വെക്കണം. അല്ലാതൊന്നും ആർക്കും സ്വർഗ്ഗം പോകാൻ പറ്റത്തില്ല. എങ്ങനെയും പോയിട്ട് മരിച്ചു കൊണ്ടുവന്ന് അടക്കി പാട്ടുപാടിയും പ്രാർത്ഥിച്ചും പ്രസംഗിച്ചും സ്വർഗത്തിൽ കയറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നടക്കില്ല. അതൊന്നും ഒരു മിഥ്യാധാരണകളാ. പേര് വിളിക്കും നേരം കാണും എൻപേരും അങ്ങനെയുള്ള പാട്ടൊന്നും അവിടെ വിളിയൊന്നുമില്ല. ക്രിസ്തുവിൽ മരിച്ചവരും ഉയർത്തെഴുന്നേൽക്കും ജീവനോട് ശേഷിക്കുന്ന നാം ഒരുമിച്ച് കർത്താവിനെതിരെ പരാജയമെടുക്കപ്പെടും. അത്രയേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ച് മരിച്ചുപോയവർ ഉയർത്തെഴുന്നേൽക്കുകയും രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. പേർ വിളിക്കും നേരം കാണും. അത് ഏതോ ഒരു ബഹുമാനപ്പെട്ട പാസ്റ്ററിൻ്റെ ഭാവനയാണ് ആ പാട്ട്. അവിടെ ഒരു പേരും വിളിക്കത്തില്ല, അവിടെ ഒരു സംഘടനയും വിളിക്കത്തില്ല. ഇന്ന് കാണുന്ന സംഘടനാ പേരും ഇന്ന് കാണുന്ന നമ്മുടെ പേരൊന്നും ദൈവത്തിന് വിഷയമല്ല. സ്വർഗത്ത് അതൊന്നും ഇല്ല, ആ ഒരു വിളിയൊന്നും ഇല്ല. വെളിപ്പാട് പുസ്തകം ഞാൻ പഠിച്ചു വന്നപ്പോൾ ഒരു പുതിയ പേര് നമുക്ക് തരുമെന്ന് പറയുന്നുണ്ട്. അത് എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞാൽ കൊള്ളാം. ഒരു പുതിയ പേര് ഞാനൊന്ന് കൊടുക്കും തരുമെന്നൊക്കെ പറയുന്നുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാതെ
ചുമ്മാ കിടന്ന് അതും ഇതും പറഞ്ഞ് സമയം കളയല്ലേ പ്രിയമുള്ളവരെ. ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ തുടങ്ങാൻ നമുക്ക്. ഉയരത്തിലുള്ളത് ചിന്തിക്ക്. നമ്മളെ മനസ്സിനെ സെറ്റ് ചെയ്തെടുക്ക്. നമ്മളെ ഹൃദയത്തെയും മനസ്സിനെയും സെറ്റ് ചെയ്യുക. ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ, ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ. വചനം കൊണ്ട് ഹൃദയത്തെ പോഷിപ്പിക്കുക. ആത്മശക്തിയാൽ നിറയപ്പെട്, ദൈവകൃപയാൽ നിറയപ്പെട്. അതാണ് അപ്പോസ്തലന്മാർ ചെയ്തത്. ഞാനും നിങ്ങളുമൊക്കെ അതിലേക്ക് വരാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പലക്കാലം നമുക്ക് ഈ ബുദ്ധി ഉപദേശം തരുന്നത്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഹല്ലേലൂയ. അടുത്ത വിഷയത്തിലേക്ക് ഞാൻ വരിക. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് ആത്മീകമായ ഒരു മരണം നമുക്ക് സംഭവിച്ചു. പഴയ മനുഷ്യൻ മരിച്ചു, അടക്കപ്പെട്ടു, കുടിച്ചിട്ടു, ഒരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ആത്മാവിൻ്റെ ഭദ്രത പിതാവിൽ പൂർണ്ണ സംരക്ഷണമുണ്ട് എന്നുള്ളതാണ് ആ വാക്യം നമ്മളെ ഗ്രഹിപ്പിക്കുന്നത്. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ യേശുക്രിസ്തുവിലൂടെയാണല്ലോ രക്ഷ നമുക്ക് ലഭിക്കുന്നത്. ആ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ രക്ഷ എന്ത് ചെയ്യുന്നു? പിതാവിൽ മറഞ്ഞിരിക്കുന്നു. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മളും തേജസ്സിൻ്റെ ശരീരം പ്രാപിച്ച് വെളിപ്പെടുമെന്നാണ് അവിടെ പറയുന്നത്. തേജോരൂപികളായി വെളിപ്പെടും. അവൻ്റെ മഹത്വം പ്രാപിക്കാനല്ലോ ഞങ്ങൾ സുവിശേഷ പ്രസ്ഥാനങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടെയാണ് കർത്താവ് വരുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഉയർത്തെഴുന്നേറ്റ് വരുന്നതും രൂപാന്തരം പ്രാപിക്കുന്നതും ഈ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടെയാണ്. ഇപ്പോൾ കാണുന്ന ശരീരത്തോടെ അല്ല. ഇത് ജഡശരീരമായത്. ഇത് കംപ്ലീറ്റ് നശിക്കും. ഇതുകൊണ്ട് മണ്ണ് കുഴിച്ചിട്ട മണ്ണോട് ചേരുമെന്ന് വചനം. പൊടിയിൽ നിന്നെടുത്ത് പൊടിയിലേക്ക് തിരികെ ചേരും. എത്ര കൃത്യമാണ്. എന്നാൽ ആത്മാവിനെ നൽകിയ ആത്മാവ് ഒന്നിൽ നരകത്തിലോ അല്ലെങ്കിൽ നിത്യതയിലോ പോകാനിടയായി തീരും. വിശ്രാമ സ്ഥലത്തോ യാതനാ സ്ഥലത്തോ പോകാനിടയായി തീരും. ലൂക്കോസ് 16 പഠിപ്പിക്കുന്ന അതാ. ധനവാന്റെയും ലാസറിൻ്റെയും കഥ പഠിപ്പിക്കുന്ന പഠനം അതാ. അബ്രഹാമിൻ്റെ വടിയെന്ന് പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് അർത്ഥം ഒരു അലങ്കാര പദപ്രയോഗമാണത്. പഴയ നിയമത്തിലെ യഹൂദന്മാർക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ദൈവാത്മാ ആ പദപ്രയോഗം കൊടുത്തിരിക്കുന്നത്. കർത്താവ് ഇവിടെ പറഞ്ഞു, ഒരുവൻ മരിച്ചു കഴിയുമ്പോൾ അവൻ്റെ ആത്മാവ് സ്വത്ര യാതനാ സ്ഥലത്ത് കിടന്ന് അയ്യം വിളിക്കും. വിശുദ്ധന്മാരുടെ ആത്മാവോ വിശ്രാമ സ്ഥലത്തേക്ക് പോകും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. ഇനി ആരായി വെളിപ്പെടുന്നത്? തേജസ്സിൽ വെളിപ്പെടുന്നത് ആരാ? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നത് ആരാ? ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും ഉയരത്തിലുള്ളത് ചിന്തിക്കുകയും ചെയ്തിരിക്കുന്നു. ഭൂമി കടന്ന് ചിന്തിച്ച് ഭൂമിയിലെ കാര്യങ്ങൾ കടന്ന് തലകുത്തി മറിഞ്ഞ് മുമ്പോട്ട് പോയാൽ എൻ്റെയും നിങ്ങളുടെയും ഗതി അധോഗതിയാണ്. അതുകൊണ്ട് ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ, ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാൻ ഇന്ന് പകൽക്കാലം ഈ പ്രസംഗം കേട്ട ഇന്നു മുതൽ എല്ലാ ദൈവമക്കളോടും ഈ സാധുവായ ഉപദേശം ഒരു ബുദ്ധി ഉപദേശം തരികയാണ്. കാലങ്ങൾ ഇനി എത്രയുണ്ടെന്ന് നമുക്കൊന്നും അറിയത്തില്ല. ഹോർമോൺസ് കടലെടുക്ക് നിമിത്തം നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് കയ്യും കണക്കുമില്ല. നമ്മളെന്നല്ല, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ എണ്ണ വില കൂടി, പെട്രോൾ വില കൂട്ടിക്കൊണ്ടിരിക്കുക, ഗ്യാസ് വില കൂട്ടിക്കൊണ്ടിരിക്കുക. അതിനെ ബേസ് ചെയ്ത് എല്ലാം വില കൂടും. സാധാരണക്കാരൻ്റെ ജീവിതം വളരെ ദുസ്സഹമായി മാറും. വേനലെടുത്തു, കർത്താവിൻ്റെ വരവ് വാതിക്കൽ. വേനൽ, ചൂട്, പ്രതികൂലം പ്രശ്നത്തെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കും, പ്രശ്നം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവമക്കളുടെ സന്തോഷവും ദൈവമക്കളുടെ അനുഗ്രഹങ്ങളും ഈ ഭൂമിയിലല്ല. ദൈവം നിനക്ക് കുറേ സ്വത്ത് തന്ന് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റി. ദൈവം നിനക്ക് കുറച്ച് മക്കളെ തന്ന് അവരെല്ലാം വിദേശത്തേക്ക് അയച്ചു, അവർ വിദേശ നന്മകൾ എനിക്ക് അയച്ചു തരുന്നുണ്ടോ എന്ന് നീ അവകാശപ്പെട്ടാൽ തെറ്റി. അനുഗ്രഹം ഭൗതികമല്ല. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് ആത്മീകമായിട്ടാണ്. അപ്പോസ്തലന്മാർ ആത്മീകമായിട്ടാണ് അനുഗ്രഹിക്കപ്പെട്ടത്. അവരുടെ ഭൗതികം 1 കൊരിന്ത്യർ 4:11, 12, 13 വായിച്ചാൽ തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല, പരിമിതമായ ജീവിത സൗകര്യങ്ങളെ അവർക്കുണ്ടായിരുന്നുള്ളൂ. അവർ ആത്മീകമായി സമ്പന്നന്മാരായിരുന്നു, വിശ്വാസത്തിൽ സമ്പന്നരായിരുന്നു, പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായിരുന്നു.
ദൈവിക സമാധാനത്താൽ നിറയപ്പെട്ടവരായിരുന്നു. നീതിയുടെയും കൃപാദാനത്തിൻ്റെയും സമൃദ്ധി ലഭിച്ചു. സന്തോഷ സമൃദ്ധി അവർക്ക് ലഭിച്ചു. സ്വർഗീയമായ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി അവർക്കുണ്ടായിരുന്നു. ഇന്നത്തെ ശിഷ്യന്മാർക്ക് നേരെ തിരിഞ്ഞു കിടക്കുക, സാട്ടം മറിച്ചിട്ടിരിക്കുക. ദൈവമക്കളെ, ഈ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കണമേ. എന്നിട്ട് ദൈവത്തിലേക്കൊന്ന് മടങ്ങി വരണമേ. ദൈവം നൽകുന്ന അനുഗ്രഹം ഭൗതികം അല്ല, അല്ല, അല്ല. അത് അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരുണ്ടായിക്കൊള്ളൂ എന്ന് കർത്താവ് പറഞ്ഞു. ആത്മീകമായ അനുഗ്രഹത്തിന്റെ കലവറകളാണ് പുതിയ നിയമസഭയെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത്. ആത്മീക സമ്പന്നതയാണ് വേദപുസ്തകം വിവക്ഷിക്കുന്നത്. ആത്മീക അനുഗ്രഹമാണ് നമ്മൾ പ്രസംഗിക്കപ്പെടേണ്ടത്. അത് പ്രാപിക്കാനാണ് വിശ്വാസികളെ എൻകറേജ് ചെയ്യേണ്ടത്. കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് അവർക്ക് വിസ മേടിച്ചു കൊടുത്ത്, ജോലി മേടിച്ചു കൊടുത്ത്, അവർക്ക് ഭൗതികമായ വീടും കാറും ഒക്കെ നമ്മൾ വാങ്ങിക്കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പൈസ അവർ കൊണ്ട് തരും. 4 മക്കൾ വിദേശത്തുണ്ടെങ്കിൽ ഉപദേശിയുടെ നല്ല കാലം തെളിഞ്ഞു എന്ന് നമ്മൾ പറയും. എന്നോട് ചോദിച്ചാൽ അവൻ്റെ കഷ്ടകാലം അതോടുകൂടി അല്ല എന്താ. അതല്ലേ ഈ ഭൗതികം വാരി കോരി കൂട്ടിയിട്ടല്ലേ കോടതിയും കേസും വഴക്കിലും നടക്കുന്നത്. ഒരു വാസ് പറഞ്ഞ പോലെ തോത്രാഴ്ച മേടിച്ച് വക്കീലിനോട് കൊടുക്കുകയല്ലേ. തോത്രാഴ്ച എടുത്തിട്ട് കെട്ടുതുറക്കാൻ എണ്ണി കൊണ്ടുവന്ന് കോടതിയിലും വക്കീലിനും കൊടുക്കുകയല്ലേ. പാപമല്ലേ ഇത്? നിങ്ങളിൽ കാര്യം തീർക്കാനുള്ളൊരു പ്രാപ്തിയുള്ളവർ നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ എന്നല്ലേ ചോദിക്കുന്നത്. വിശുദ്ധന്മാർ ഭൂമിയെ വിധിക്കും, ജാതികളെ നിങ്ങൾ വിധിക്കും, ദൂതന്മാരെ വിധിക്കും. ആ നിങ്ങൾ നിസ്സാര കാര്യങ്ങളെ വിധിക്കാൻ പ്രാപ്തിയില്ലാത്തവരാണോ എന്ന് പൗലോസ് ചോദിക്കുകയല്ലേ കൊരിന്ത്യർ ലേഖനം 2 ലേഖനം 3 അധ്യായത്തിൽ ചോദിക്കുകയല്ലേ. ഇതൊക്കെ ആരാ പഠിക്കുന്നേ? 2 ലേഖനം 3 അധ്യായം 6 അധ്യായം 1 കൊരിന്ത്യർ 6 അധ്യായത്തിലാണ്. 1 കൊരിന്ത്യർ 6 അധ്യായം. അപ്പം അതുകൊണ്ട് നമുക്ക് ദൈവം ആത്മീകമായ അനുഗ്രഹങ്ങളാണ് തന്നിരിക്കുന്നത്. അതാണ് അനുഗ്രഹം. നല്ല പ്രാർത്ഥിച്ച് രോഗശാന്തി പ്രാപിക്കാനുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അതൊരു ബ്ലെസ്സിങ് അല്ലേ. ഹല്ലേലൂയ. ആശുപത്രി മലന്ന് കിടന്നിട്ട് 15 ലക്ഷം 20 ലക്ഷമൊക്കെ എണ്ണിക്കൊടുത്തിട്ട് ദൈവം സൗഖ്യമാക്കുമെന്ന് പറയുന്നത് ബോഷ്കല്ലേ. 94-കാരനായ ഒരു മാസം ഉണ്ടായിരുന്ന അറ്റാക്കും അതും ഇതുമൊക്കെ വന്നിട്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കുന്നത് എൻ്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതായി, പച്ചക്കണ്ണുകൊണ്ട്. ചുമ്മാ പറയുകയല്ല. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്നെ ദൈവം ശുദ്ധീകരിക്കുക. അതല്ലേ ഉപദേശം. 94-കാരനെ ദൈവം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് പുള്ളി ശുദ്ധീകരണം പ്രാപിച്ചാൽ പോയത്. കാരണം പുള്ളിക്കും വേണം ശുദ്ധീകരണം. ഇപ്പം പാസ്റ്റർമാർ പറയും എല്ലാം തികഞ്ഞവരാണെന്ന് പറഞ്ഞിരിക്കുക. അതാണ് ഏറ്റവും വലിയ അപകടം. ഈ തികഞ്ഞു ആത്മീകനാണ്, എല്ലാം അറിയാമെന്നൊരു ചിന്ത അപകടം, അപകടം, അപകടം. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാനൊരു സ്റ്റുഡൻ്റാണെന്ന് എപ്പോഴും പറയുന്നത്. ഞാനൊരു ബൈബിൾ സ്റ്റുഡൻ്റാണ്, കർത്താവിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ ബൈബിൾ കോളേജിലൊക്കെ പോയി പഠിച്ചു. കുറേ ചാപ്പും ചോറും ഒക്കെ ആവശ്യമുള്ളതൊക്കെ പഠിച്ചു. ആത്യന്തികമായി പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ. തിരുവത്താഴ് ശുശ്രൂഷ മാത്രമല്ല, സകല ഉപദേശങ്ങളും പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിക്കുകയാണ് ചെയ്തത്. അറേബ്യൻ മരുഭൂമിയിൽ നിന്ന് കർത്താവിൽ നിന്ന് പ്രാപിച്ചു. ആ പ്രാപിച്ച ഉപദേശമാണ് എഴുതി തന്നിരിക്കുന്നത്. ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന മയൂരത്തുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തോട് മറഞ്ഞിരിക്കുന്നു. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. ആര് വെളിപ്പെടും? ഉയരത്തുള്ളത് ചിന്തിക്കുകയും ഉയരത്തുള്ളത് അന്വേഷിക്കുകയും ചെയ്തിരിക്കുന്നവർ. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. സ്വർഗീയമായി ചിന്തിക്കുവാൻ, ഉയരത്തുള്ളത് ചിന്തിക്കുവാൻ കർത്താവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ.